എല്ലാ നഗരങ്ങളിലും അദ്ദേഹത്തിൻ്റെ ചിത്രത്തിന് കടുത്ത ആരാധകരുണ്ട് നമുക്കറിയാം. നിതിൻ, ഗുഡ് മോർണിംഗ്, പറയൂ. ഗുഡ് മോർണിംഗ്. ആവേശത്തോടുകൂടിയാണ് ആരാധകർ രജനി ചിത്രത്തെ വരവേറ്റത്. ലിയോയ്ക്ക് ശേഷം തിയേറ്ററിലെത്തുന്ന ലോകേഷ് കനരാജിന്റെ ചിത്രം, അതും രജനീകാന്തുമായിട്ടുള്ള ഒരു ചിത്രം, സ്വാഭാവികമായിട്ടും ആളുകൾക്ക് ഏത് നിലയിൽ ആഘോഷമാക്കുമെന്ന് നമ്മൾ രാവിലെ തന്നെ കണ്ടതാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് ഇടപ്പള്ളിയിലെ വനിതാ തിയേറ്ററിലാണ്. ഇപ്പോൾ ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞു. ആളുകളുടെ എല്ലാം തന്നെ പ്രതികരണം നമ്മൾ കേട്ടു. വലിയ മരണമാസ് എന്ന ഒറ്റ വാക്ക് മാത്രമേ ആളുകളൊക്കെ തന്നെ ഈ ഫസ്റ്റ് ഹാഫ് കഴിയുമ്പോൾ എന്തായാലും ഇപ്പോൾ പ്രതികരണമായി നൽകുന്നുള്ളൂ. എന്തായാലും രജനീകാന്തിന്റെ അടക്കം ഈ ആരാധകർ ഇവിടെ അദ്ദേഹത്തിന്റെ ഒരു വേഷത്തിൽ ഇവിടെ എത്തിയിട്ടുണ്ട്. അങ്ങനെ ചിത്രത്തിൽ രജനീകാന്തിന്റെ മരണമാസ സീനൊക്കെ തന്നെ ആളുകൾ വലിയ ആവേശത്തോടുകൂടിയാണ് സ്വീകരിച്ചത്. നമുക്കറിയാം, ജയിലറായിരുന്നു നേരത്തെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ പണം വാരിയ രജനി ചിത്രം ആദ്യ ദിനം. പക്ഷേ അതും മറികടന്നുള്ള ഒരു റെക്കോർഡിലേക്കാണ് ആദ്യ ദിനം തന്നെ പോകുന്നത്. പ്രീ ബുക്കിംഗിൽ മാത്രം ഇതിനും തന്നെ 7.5 കോടി രൂപ ഇവിടെ കളക്ട് ചെയ്തിട്ടുണ്ട്. അരനൂറ്റാണ്ട് തിളക്കത്തിൽ നിൽക്കുമ്പോൾ, രജനീകാന്ത് നിൽക്കുമ്പോൾ ആ ഒരു തിളക്കത്തിൽ തന്നെ ചിത്രം വലിയ വിജയം നേടും എന്ന് തന്നെയാണ് ആരാധകർ പറയുന്നത്. എങ്ങനെയുണ്ട് ഫസ്റ്റ് ഹാഫ്? എങ്ങനെയുണ്ട്? എങ്ങനെയുണ്ട്? കൊള്ളാം. അങ്ങനെ ആരാധകരുടെ എല്ലാം തന്നെ ഒരു അഭിപ്രായം നമ്മൾ കേട്ടു. ഇപ്പോൾ ചിത്രം ഫസ്റ്റ് ഹാഫിന് ശേഷം ഇടവേളയ്ക്ക് ശേഷം ഇപ്പോൾ ആരംഭിക്കാൻ പോവുകയാണ്. ആളുകളൊക്കെ തന്നെ തിയേറ്ററിലേക്ക് കയറുന്നു. നേരത്തെ സൂചിപ്പിച്ചപ്പോൾ തന്നെ ലോകേഷ് കനരാജ് ചിത്രത്തിൽ ആമിർ ഖാൻ അതിഥി വേഷത്തിലെത്തുന്നു. അതോടൊപ്പം തന്നെ നാഗാർജുന, ഉപേന്ദ്ര അടക്കമുള്ള ഒരു വലിയ താരനിരയുണ്ട്. അതോടൊപ്പം തന്നെ മലയാളത്തിന്റെ സ്വന്തം സൗബിൻ ഷാഹിർ, നമ്മൾക്കറിയാം, ഇതിലും തന്നെ സൗബിന്റെ നൃത്ത ചുവടുകളൊക്കെ തന്നെ പാൻ ഇന്ത്യ ലെവലിൽ എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് വലിയ ആവേശത്തോടുകൂടിയാണ് ഈ ചിത്രത്തെ ആളുകൾ വരവേറ്റത്. രാവിലെ 6 മണിക്കാണ് ഇവിടെ ഷോ ആരംഭിച്ചത്. 4 സ്ക്രീനിൽ 4 ഹൗസ്ഫുൾ ആണ്. ഇന്നത്തെ മറ്റ് ഷോകൾക്കും ഇപ്പോൾ ഹൗസ്ഫുൾ എന്നാണ് ഇപ്പോൾ തിയേറ്ററിൽ അടക്കം അറിയിച്ചിരിക്കുന്നത്. എന്തായാലും ജയിലറിന് ശേഷം അതേ ഒരു ആവേശത്തോട് തന്നെ ആളുകൾ ഇപ്പോൾ രജനി ചിത്രത്തെ വരവേൽക്കുന്നു. നമുക്കറിയാം, ഒരു ആക്ഷൻ ഡ്രാമ വിഭാഗത്തിൽ ഒരുങ്ങുന്ന ഒരു ചിത്രമാണ്. അതുകൊണ്ട് തന്നെ ഒരു പീരിയഡ് ഗാങ്സ്റ്റർ മൂവി ആയതുകൊണ്ട് രജനിയുടെ ആക്ഷൻ ത്രില്ലർ ഒക്കെ തന്നെ വലിയ ആവേശമാണ്. ആളുകൾ ഓരോ രജനിന്റെ ഇൻട്രോ ഒക്കെ കഴിഞ്ഞ് രജനി സ്ക്രീനിലെത്തുമ്പോൾ വലിയ ആവേശം നേരത്തെ തന്നെ തിയേറ്റർ നമ്മൾ കേട്ടിരുന്നു. ആ ഒരു ആവേശത്തോടെ സിനിമ 100 കോടിയിലേക്ക് ഇതിനെ തന്നെ കടന്നിട്ടുണ്ട്. ഇനി കോടികൾ വാരുമെന്നാണ് ഇപ്പോൾ ആരാധകർ അടക്കം പറയുന്നത്. എന്തായാലും വലിയ ആവേശത്തോടെയാണ് 6 മണിക്കുള്ള ഫാൻ ഷോയെ ആരാധകർ വരവേറ്റത്. ഇനിയുള്ള അടുത്ത മണിക്കൂറുകളിലേക്കുള്ള ഷോയ്ക്കും ഇതിനും തന്നെ ഹൗസ്ഫുള്ളായി ഇപ്പോൾ ചിത്രം മുന്നേറുകയാണ്. താങ്ക് യു നിതിൻ അംബുജൻ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.